നമ്മളിപ്പോൾ നിൽക്കുന്നത് ആസാം അരുണാചൽ പ്രദേശ് ബോർഡർ ചെക്ക് പോസ്റ്റാണ്. അരുണാചൽ പ്രദേശിൽ കയറണമെങ്കിൽ അരുണാചൽ പ്രദേശ് നമ്മളോട് ചോദിക്കുന്നത് 3000 രൂപ കൈക്കൂലിയാണ്. നംചിക്ക് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ നമ്മളടുത്ത് 3000 രൂപ ഉണ്ടെങ്കിൽ കയറി പോകാം. അപ്പോൾ നമ്മൾ റെസീറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചു, റെസീറ്റൊന്നും കിട്ടത്തില്ല എന്ന് പറയുന്നത്. ട്രാൻസ്പോർട്ടിനെ വിളിച്ചോ, ഓണറിനെ വിളിച്ചോ, കാര്യങ്ങൾ ചോദിച്ചിട്ട് കയറി പൊയ്ക്കോ, പൈസയൊക്കെ തന്നിട്ട് കയറി പൊയ്ക്കോ എന്നാണ് ഇവിടുത്തെ നിലപാട്. എന്താണെന്ന് അറിയത്തില്ല. നമ്മളിവിടെ കാത്തു കിടക്കുകയാണ്. 1 രൂപ ചിലവില്ലാതെ ലോഡ് കൊണ്ടുപോകാൻ ഇറക്കാമെന്ന് പറഞ്ഞതാണ് ട്രാൻസ്പോർട്ടേഴ്സൊക്കെ. അതായത് നമുക്ക് വേറെ അധികം ചിലവില്ല എന്ന് പറയുന്നത്. പക്ഷേ അരുണാചൽ പ്രദേശിൻ്റെ ബോർഡർ ചെക്ക് പോസ്റ്റിൽ തന്നെ നമുക്ക് 3000 രൂപയാണ് കൈക്കൂലി ചോദിച്ചിരിക്കുന്നത്. ഇതുവരെ നമ്മൾ വന്നതിന് ആ പടം 3000 രൂപ കണക്കേ കാണത്തുള്ളൂ. ചിലവെല്ലാം കൂടെ പലയിടത്ത് കൊടുത്തായി. നമ്മൾ ഇത്രയും നാളും പറഞ്ഞ ആന്ധ്രാപ്രദേശിൽ 500 മേടിച്ച്, വെസ്റ്റ് ബംഗാളിൽ 100, 200 മേടിച്ചു. എന്തായാലും നോക്കാം, നമ്മൾ ആളുകളെ വിളിക്കുന്നുണ്ട്. 500 രൂപയ്ക്കാണ് നോർമലി എല്ലാ കോസ്റ്റുകളും മേടിക്കുന്നത്. അത് കൊടുക്കാനുള്ള നമ്മൾ തയ്യാറുവാണ്. 3000 ഒക്കെ എങ്ങനെ കൊടുക്കാനാ? ഈ ഒരു വണ്ടിയിൽ നിന്ന് 100 രൂപയാണ് അവർ കൈക്കൂലിയായിട്ട് ചെക്ക് പോസ്റ്റിൽ മേടിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു എത്ര രൂപയാണ് സാധാരണ കൊടുക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു അവർ 100 രൂപയാണ് കൊടുക്കുന്നത്. വലിയ വണ്ടിക്ക് 500 രൂപയാണ് സാധാരണ ഇവിടെ വാങ്ങുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമ്മൾ കേരള വണ്ടി ആയതുകൊണ്ട് തന്നെ നമ്മളിന്ന് ആദ്യമായിട്ടാണ് വന്നത് മനസ്സിലായിക്കൊണ്ട് നമ്മളടുത്ത് 3000 ചോദിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നാംചിക്കിലാണ് നിൽക്കുന്നത്. ബോർഡർ ചെക്ക് പോസ്റ്റാണ്. അവിടെ ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട്, തൂക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ട്രാൻസ്പോർട്ടറും പാർട്ടിക്കാരും പൈസ തരാത്ത പക്ഷം, അതായത് നമുക്ക് 2 വശം വിളിച്ചിട്ട് 2 വശം കൈമലത്തുകയാണ്. അതുകൊണ്ട് നമ്മൾ വണ്ടി ഇങ്ങോട്ട് ഒതുക്കിയിടുകയാണ്. നമ്മളെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. ഈ പാർട്ടി കൊടുക്കണം, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടർ കൊടുക്കണം. അപ്പോൾ നമ്മൾ ചോദിച്ചിടത്തോളം പുള്ളിക്കാരന് മാത്രമായിട്ടല്ല, മേലുദ്യോഗസ്ഥർക്കും കൂടെ കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് 3000 രൂപ. അപ്പോൾ നമ്മൾ ചോദിച്ചാൽ 500 രൂപ നടക്കില്ല, സാധാരണ വണ്ടികൾ 500 രൂപയ്ക്കല്ലേ പോകുന്നതെന്ന് ചോദിച്ചാൽ. അപ്പോൾ നമ്മളത് ട്രെയിലറാണെന്നാണ് പറയുന്നത്. 14 വീല് ബോഡി വണ്ടി കണ്ടിട്ട് ട്രെയിലറാണ്, വലിയ ട്രെയിലർ എന്ന് വെച്ചാൽ അറിയാത്ത ടീമുകളാണ് ഇവിടെ നിൽക്കുന്നത്. പൈസ കൊടുത്താൽ വണ്ടി വിടും, എന്ത് സാധനം വേണമെങ്കിലും കൊണ്ടുപോയി. മയക്കുമരുന്നായാലും ഇനി ആക്രമണത്തിന് വല്ല ബോംബും തോക്കും കൊണ്ടുവന്നാലും പൈസ മേടിച്ച് കയറ്റി വിടും.